ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ മണ്ഡലത്തിലും പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. AICC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും മുൻ MP രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് വയനാട്. പ്രിയങ്കയുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം വയനാട്ടിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ആവേശം അതിന്റെ പരമകോടിയിലെത്തിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളിലാണ് കോൺഗ്രസ് നേതൃത്വം. ഓരോ ബൂത്തുകൾക്ക് പോലും ദേശീയ നേതാക്കളുടെ ചുമതലയാണുള്ളത്. വയനാട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതം നടക്കുമെന്ന് BJPയും ഇടതുപക്ഷവും കരുതുന്നില്ല. അതേസമയം വിജയം ഉറപ്പാണെങ്കിലും ഭൂരിപക്ഷം കുറഞ്ഞാൽ അത് ക്ഷീണമാകും എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ്. CPI നേതാവ് സത്യൻ മൊകേരിയാണ് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിലറായ നവ്യ ഹരിദാസ് ആണ് BJPക്ക് വേണ്ടി മത്സരരംഗത്തുള്ളത്. അവസാനഘട്ട പ്രചരണത്തിന് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും വയനാട്ടിൽ എത്തുന്നുണ്ട്. ചേലക്കരയിലേക്ക് എത്തിയാൽ അതിവാശിയേറിയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. നിലവിൽ LDF സിറ്റിംഗ് സീറ്റായ മണ്ഡലത്തിൽ ഏത് വിധേനയും ജയിക്കുക എന്നത് CPIMനെ സംബന്ധിച്ച് നിർണായക പോരാട്ടമാണ്. മന്ത്രി K രാധാകൃഷ്ണൻ MP ആയതിനെ തുടർന്ന് ഒഴിവ് വന്ന സീറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജനങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യനായ CPIM നേതാവും മുൻ MLAയുമായ UR പ്രദീപാണ് LDF സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിയുടെ മികവും CPIM സംഘടനാ സംവിധാനത്തിന്റെ ദൃഢതയും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് LDF കരുതുന്നു. അതേസമയം ആലപ്പുഴയിൽ പരാജയപ്പെട്ട ഷാനിമോൾ ഉസ്മാനെ അരൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തി വിജയിപ്പിച്ച അതേ തന്ത്രമാണ് ആലത്തൂരിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ UDF പരീക്ഷിക്കുന്നത്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് എതിരായ ഭരണവിരുദ്ധ വികാരവും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് UDF കരുതുന്നു. എന്നാൽ മുൻ KPCC ഭാരവാഹി കൂടിയായ സുനീറിന്റെ സ്ഥാനാർത്ഥിത്വം UDFന് തലവേദനയാണ്. PV അൻവറിന്റെ DMK സ്ഥാനാർത്ഥിയാണ് സുനീർ. BJP കാര്യമായ പോരാട്ടം ചേലക്കരയിൽ നടത്തുമെന്ന് അവർ പോലും കരുതുന്നില്ല. ചേലക്കരയിൽ 8ഓളം മന്ത്രിമാർ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പാലക്കാടും വയനാടും കൈവിട്ടാലും ചേലക്കര നഷ്ടപ്പെട്ടാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ തിരിച്ചടി ചെറുതല്ല എന്ന ബോധ്യം CPIMനുണ്ട്. വയനാടും ചേലക്കരയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പാലക്കാട് വിവാദങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. കൽപ്പാത്തി തേരിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് തീയതി 20ലേക്ക് മാറ്റിയതിനെ തുടർന്നാണ് ഇനിയും പ്രചരണത്തിന് സമയമുള്ളത്. ചേലക്കര വയനാട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് ഒരാഴ്ച സമയമുണ്ട് പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുവാൻ. വിഷയങ്ങളും രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാക്രമണങ്ങളും ഓരോ ദിവസവും മാറി മാറി പുറത്തേക്ക് വരുന്ന മണ്ഡലമാണ് പാലക്കാട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 3 മണ്ഡലങ്ങളിൽ BJP വിജയം മുന്നിൽ കാണുന്ന മണ്ഡലം എന്ന പ്രത്യേകതയും പാലക്കാടിനുണ്ട്. സരിനിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ LDFും രാഹുലിലൂടെ നിലനിർത്താൻ UDFും പ്രചരണ രംഗത്ത് സജീവമാണ്. 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും ഫലമറിയുക ഒരുമിച്ച് 20-ന് തന്നെയാകും.